الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. وقيل يا أرض أبلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجود وقيل بعدا لقوم الظالمين. ആ മഹാപ്രളയത്തെക്കുറിച്ചാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നടന്ന മഹാപ്രളയത്തെക്കുറിച്ചാണ് നാം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞത്. പ്രതിസന്ധി സമയത്ത് സ്വന്തം മക്കളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പിതാവിന്റെ മനോവേദ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അതായത് ആ മഹാപ്രളയം നടക്കുമ്പോൾ തൻ്റെ സ്വന്തം മകനും കൂടി രക്ഷപ്പെട്ടു കാണാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തെക്കുറിച്ചാണ് അള്ളാഹുവോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. സൂറത്ത് ഹൂദിലെ 44-ാമത്തെ വചനം. വനാദാ നൂഹുൻ റബ്ബഹു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനെ വിളിക്കുകയാണ്. ഫഖാല, എന്നിട്ട് റബ്ബിനോട് ആവശ്യപ്പെടുന്നു. റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി. റബ്ബേ, എൻ്റെ മകൻ എൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്, എൻ്റെ രക്തത്തിൽ പറന്നവനാണ്, എൻ്റെ കുടുംബത്തിൽ പറന്നവനാണ്. അതുകൊണ്ട് അവനെയും കൂടെ ഒന്ന് നീ രക്ഷിക്കണേ എന്ന അർത്ഥത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് പറയുന്നത്. ആ സമയത്ത് വഇന്ന വഅദകൽ ഹഖ് കൂട്ടിച്ചേർക്കുകയാണ്. പടച്ചവനെ, നിന്റെ വാഗ്ദാനമാണ് സത്യം. വഅൻത അഹ്കമുൽ ഹാകിമീൻ. നീയാണ് ഏറ്റവും നന്നായി വിധി പ്രസ്താവിക്കുന്നവൻ, ഏറ്റവും നന്നായി വിധി പുറപ്പെടുവിപ്പിക്കുന്നവൻ, ഏറ്റവും നന്നായി വിധിക്കുന്നവൻ നീ തന്നെയാണ് റബ്ബേ. എന്നാലും എൻ്റെ മകൻ കൂടെ ഒന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന ഒരു പിതാവിന്റെ ആഗ്രഹം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിക്കുകയാണ്. ആ സമയത്ത് ഖാല യാ നൂഹ്, അല്ലാഹു തആല പറയുന്നു. എന്താ പറഞ്ഞത്? ഇന്നഹു ലൈസ മിൻ അഹ്ലിഹ്. നീ നിന്റെ മകനാണെന്ന് പറയുന്നു, നീ നിന്റെ രക്തത്തിൽ പറന്നവനാണെന്ന് പറയുന്നു നിന്റെ മകൻ, പക്ഷേ അവൻ നിന്നിൽ പെട്ടവനല്ല. സ്വന്തം മകനെ കുറിച്ചാണ് പറയുന്നത്, നിന്നിൽപ്പെട്ടവനല്ല. എന്തുകൊണ്ട്? ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്. അവൻ ശരിയല്ലാത്തത് ചെയ്തവനാണ്, അവൻ നീചമായ പ്രവൃത്തി ചെയ്തവനാണ്, സത്യം അറിഞ്ഞിട്ടും സത്യത്തെ വിശ്വസിക്കാത്തവനാണ്, അവൻ ധിക്കാരം പ്രവർത്തിച്ചവനാണ്, ഗൈറു സ്വാലിഹാണ്. അതുകൊണ്ട് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ. നിനക്കറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത്. ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ. നീ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് ഞാൻ നിന്നോട് ഉപദേശിക്കുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത്. അഥവാ അവിശ്വാസിയായ ഒരാളുടെ കാര്യത്തിൽ റെക്കമെൻഡേഷൻ ഇല്ല, അവനെ കൂടെ സത്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട്, പടച്ചവനോട് ആവശ്യപ്പെട്ടിട്ട് അവിശ്വാസിയായ ഒരാളെ കൂടെ ചേർക്കാൻ സാധ്യമല്ല. സത്യം വന്നു കിട്ടിയിട്ടും സത്യം ബോധ്യമായിട്ടും അതിനെ തിരസ്കരിച്ച, അതിനെ ധിക്കരിച്ച, അതിനോട് മുഖം ചുളിച്ച് പ്രവർത്തനം കാണിച്ച ആളുകളെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരുവാൻ ഒരാൾക്കും സാധ്യമല്ല. പ്രവാചകന്മാർക്ക് പോലും പോയവൻ പോയ പാട്ടിന് പോവുക, അത്രയുള്ളൂ. ഹിദായത്ത് കൊടുക്കേണ്ടവൻ അള്ളാഹുവാണ്. വെളിച്ചം അവൻ നൽകും,
സത്യത്തിന്റെ വഴി അവൻ നൽകും. പക്ഷേ ആ സത്യത്തിന്റെ വഴി ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആ സത്യത്തിന്റെ വഴിയിലേക്ക് വരിക എന്നുള്ളതാണ് വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കടമ. ആ കടമ നിർവഹിക്കാത്തവൻ അവൻ മാത്രമാണ് ഉത്തരവാദി. അതിൽ പിതാവോ പ്രബോധകനോ പണ്ഡിതനോ കുടുംബമോ മാതാപിതാക്കളോ ഉത്തരവാദിയല്ല എന്ന വളരെ വലിയ പാഠമാണ് ഇവിടെ ഈ ഖുർആൻ വചനത്തിലൂടെ അല്ലാഹു തആല നൽകുന്നത്. അങ്ങനെ അവസാനം ആ പ്രളയം അവിടെ അവസാനിച്ചു. അല്ലാഹു ഭൂമിയോട് പറയുന്നു, വഖീല യാ അർളു അബ്ലഈ മാഅകി, ഭൂമി നീ നിന്റെ വെള്ളം വിഴുങ്ങുക അഥവാ വറ്റിക്കുക. വയാ സമാഉ അഖ്ലിഈ, ആകാശമേ നീ നിന്റെ മഴ നിർത്തുക. വഗീലൽ മാഅ്, അങ്ങനെ വെള്ളം വറ്റുകയാണ്. വഖുലിയൽ അംർ, അല്ലാഹുവിന്റെ കൽപ്പന നടപ്പിലാവുകയാണ്. വസ്തവത് അലൽ ജൂദി, അങ്ങനെ ആ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിടുകയാണ്. ജൂദി പർവ്വതത്തിൽ വന്ന് നിൽക്കുകയാണ്. കാരണം വെള്ളം പൂർണ്ണമായും വറ്റുമ്പോൾ ഈ വെള്ളത്തിന്റെ മുകൾ പരപ്പിലുള്ള പർവ്വതം, ആ പർവ്വതത്തിൽ നിന്ന് വെള്ളം സ്വാഭാവികമായി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും കയറിയ ആ കപ്പൽ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളം പൂർണ്ണമായും താഴോട്ട് വരുന്നു. താഴോട്ട് വന്ന് പൂർണ്ണമായും പ്രളയം അവസാനിക്കുകയാണ്. ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയാണ്, വഖീല ബുഅദൽ ലിഖൗമിൽ ളാലിമീൻ, അക്രമിയായ ആളുകൾക്കാണ് നാശം, അവർക്കാണ് വിഷമം, അവർക്കാണ് എല്ലാ ദുരിതങ്ങളും എന്ന് അല്ലാഹു തആല പറയാണ്. നൂഹ് നബിയുടെ കാലത്തെ ആ മഹാപ്രളയത്തിൽ സർവ്വതും മുങ്ങി നശിച്ചു. അത് ഭൂമി മുഴുവൻ ബാധിച്ചതായി ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നു കസീർ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പ്രളയവുമായി ബന്ധപ്പെട്ട വിവിധ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ച പഠനങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. നൂഹ് നബിയുടെ സന്താന പരമ്പരയിലെ ചിലരും മറ്റു അല്പം വിശ്വാസികളും മാത്രമാണ് അതിനുശേഷം ലോകത്ത് ബാക്കിയായത്. സാം, ഹാം, യാഫിത്ത് എന്നിവരും അഥവാ നൂഹ് നബിയുടെ മക്കളാണ്. അല്പം ചില വിശ്വാസികളും ബാക്കിയായി എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.